ജെറുസലേം അന്നും ഇന്നും ശ്രദ്ധാകേന്ദ്രമാണ്. ജെറുസലേം എന്ന നഗരം, ജെറുസലേം എന്ന ആത്മീയ നാമം ആയിരുന്നതിൻ്റെയും ആയിത്തീരുന്നതിൻ്റെയും ഒരു വലിയ പ്രതീക്ഷയുടെ അടയാളമാണ്. യഹൂദർക്കും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരുപോലെ ശ്രദ്ധയും ബന്ധവും താല്പര്യവുമുള്ള ഒരിടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന അനുഭവങ്ങളുമുണ്ട്. ജെറുസലേം മാർത്തോമ ഇടവക വ്യത്യസ്തമാണ്. അതിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷമാണല്ലോ. ഈ ഇടവകയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ദൈവം കൂടെയിരുന്നു, വഴി നടത്തി, സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നു. തുടർന്നും ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയില്ല എന്ന് നമ്മോട് വിശ്വാസയോഗ്യമായി പറഞ്ഞിരിക്കുന്ന നാഥൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഒരു 4 ദിവസം മുമ്പാണ് ആ കൊച്ചുമിടുക്കനെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവൻ്റെ മാതാപിതാക്കളും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാനിടയായത്. അവനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, അവന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ ഉദ്ദേശം, എന്ത് താല്പര്യമൊക്കെ ചോദിച്ചു. അപ്പം ഒന്നും തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾക്കുള്ള അടുത്ത ഒരു ചോദ്യമുണ്ടല്ലോ, നീ സെമിനാരിയിൽ ചേരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവനെന്നെ അതുവരെ നോക്കാത്തതുപോലെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആ നോട്ടത്തിൻ്റെ വൈദികനാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനടുത്ത് വന്നൊന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം. അപ്പോൾ ഞാൻ പറഞ്ഞ കൊള്ളാം, എന്നാൽ പിന്നെ ആ വഴിക്ക് ചിന്തിക്കാം. അവനും എൻ്റെ മാതാപിതാക്കളും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടല്ലോ. ഓർമ്മയിലുണ്ട്. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈ വൈദികനാകുന്നതിനോടൊപ്പം വേറെ ജോലി ചെയ്യാനൊക്കുമോ? ഞാൻ പറഞ്ഞു, ഒക്കുമല്ലോ, പഠിപ്പിക്കാം. സയൻറ്റിസ്റ്റ് ആകാനൊക്കുമോ? ഞാൻ പറഞ്ഞു, ആകാം. എന്തോ സയൻറ്റിസ്റ്റ് ആകണമെന്ന് അവന് നിൻ്റെ ആഗ്രഹം? അപ്പോൾ അവൻ പറഞ്ഞു, റോബോട്ടുകളെക്കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റാണ്. നമ്മൾ പഴയ സിലബസ് ആണല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തന്നെ പാടുപെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ റോബോട്ടിനെ കുറിച്ച് പഠിച്ച് സയൻറ്റിസ്റ്റായിട്ട് എന്തോ ചെയ്യാനാ? അവൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഈ റോബോട്ടിനെ കുറിച്ചുള്ള പഠിച്ച് ഞാൻ സയൻറ്റിസ്റ്റായിട്ട് നീ ആദ്യം എന്ത് ചെയ്യും? ഞങ്ങളുടെ പള്ളിയിലെ കപ്പ്യാരെ മാറ്റും. ഞാൻ പറഞ്ഞു, കപ്പ്യാരെ എന്തിനാണ് മാറ്റുന്നത്? അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല, റോബോട്ടിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അവൻ കപ്പ്യാരിൽ തുടങ്ങുന്നേ ഉള്ളൂ, അടുത്തത് നിൻ്റെ ഊഴം വരും, എന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി ഈ 6ാം ക്ലാസ്സുകാരൻ്റെ ഈ ഉത്തരം. അവൻ്റെ ജീവിതത്തിൽ അവൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നൊരു കുടുംബമാണ് സ്ഥിരമായി. അവൻ അനുഭവപ്പെടുന്ന ഒരു കാര്യം, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പള്ളിയിലെ കപ്പ്യാർ ചെയ്യുന്നില്ല. അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൻ പഠിച്ചാൽ ആദ്യം ചെയ്യുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ്.
കൊച്ചു പയ്യനായതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷേ അവൻ്റെ ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ഒരു 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 തടസ്സം, ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം നിശ്ചയിക്കുകയാണ്. ജെറുസലേം ഉയർന്ന ഒരു ദേവാലയമാണ്, ഉയർന്ന നഗരിയാണ്, ശ്രദ്ധാകേന്ദ്രമാണ്. ജെറുസലേമിലുള്ളവർ ഏത് നിലയിൽ വിഷയങ്ങളെ കാണണം, അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ ഏത് ഒന്നാമത് വന്ന് നിൽക്കണം പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ. ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് മനസ്സിന് ഭാരമുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതായി നമുക്ക് വരുന്നുണ്ട്. What is the priority we have to give? Where to start with? എവിടെ തുടങ്ങണം, എവിടെ ഉറച്ചു നിൽക്കണം? അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവക സമൂഹം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിലെ ഇടവക സമൂഹം വലിയ പ്രതിബന്ധങ്ങളിലൂടെ ഒരു സ്വത്വബോധത്തിലേക്ക് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിശ്വാസ കുടുംബമാണ് മാർത്തോമാ സഭ. അതിൻ്റെ വലിയ സംഘർഷാത്മകമായ ദിനങ്ങളുണ്ട്. അഭിനയ സവർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരു ചരിത്രപരമായ ഒരു കണക്ഷൻ എപ്പോഴും കൊടുക്കും. പുലാത്തീനിലെങ്ങാനും ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽപ്പെട്ട എന്നെ വിളിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു കസേരയുടെ ചരിത്രം പറയും, ഒരു മുറിയുടെ ചരിത്രം പറയും, തീ കത്തിയ കാര്യമൊക്കെ പറയും. There is a connectivity in what he is sharing with us. ഞാൻ പറഞ്ഞത് ഇത്രയും ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ സ്വത്വബോധത്തിൻ്റെ സ്ഥിരീകരണം നടന്നു കഴിഞ്ഞു. We all know that you have struggled a lot to establish the name മലങ്കര സിറിയൻ മാർത്തോമ ചർച്ച്. ഈ സഭയിൽ നിങ്ങൾ നേരിട്ട പ്രതിബന്ധങ്ങൾ, ഈ സഭയുടെ നാൾ വഴിയിൽ അനുഭവിച്ച വേദനകൾ, എന്നാൽ അതിൻ്റെ മറുഭാഗമുണ്ട്. മറ്റ് സഭകളേക്കാളൊക്കെ ഉപരിയായി പൊതുസമൂഹത്തിലേക്ക് ദൈവം നിങ്ങളെ എടുത്തുപയോഗിച്ച അത്ഭുതകരമായ അനുഭവങ്ങൾ. ജസ്റ്റിസ് കെ ടി തോമസ് സാറിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. മഹാരഥന്മാരായ നിയമപാലകരുടെ ഗണത്തിൽ ഈ സ്ട്രഗിളിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ദൈവപരിപാലനയിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സഭയുടെ ഒരു മകൻ ഈ ഉന്നതമായ സ്ഥാനത്ത് എന്ന് പറയുന്നത് മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. And it is so glad to see that his son is following the same. I wish you God's abundant blessings upon your ministry of taking care of those who are underprivileged. സാറിനെ ഈ പൊതുസമൂഹം, നമ്മുടെ രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു എന്നുള്ളതും നിസ്സാരമല്ല. You are counted among those whose name is valued in the minds of the people of this great nation. നേട്ടങ്ങളുടെ പട്ടിക പറയുവാൻ ധാരാളം പേര് അൽമായ നിരയിൽ നിന്ന് ധാരാളം ആളുകൾ കേരള സഭയുടെ പൊതുവായ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള, ഈ സഭയിൽ നിന്ന് വന്നിട്ടുള്ള, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിലയ്ക്കൽ പ്രസ്ഥാനത്തിനൊക്കെ ആണെങ്കിലും ഒക്കെ ഉള്ള വലിയ സമർപ്പണം നടത്തിയിട്ടുള്ള ശ്രീ ടിച്ചറിയായെ പോലെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഈ സഭയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ നന്മയാണ്. അതുമാത്രമല്ല, സമൂഹത്തിൻ്റെ മനസാക്ഷി ഈ ഭാരതത്തിൻ്റെ പ്രയാണത്തിൽ, ഈ ഭാരതത്തിലെ പൊതുസമൂഹം നേരിട്ട ഒരു പ്രതിസന്ധിയിൽ ഈ സഭയുടെ മെത്രാപ്പൊലീത്ത പരസ്യമായി പറഞ്ഞു, ഈ മാർഗം ശരിയല്ല.
അധികാരമുണ്ട് എന്ന് കരുതി ഇഷ്ടം പോലെ പ്രയോഗിക്കുവാനുള്ളതല്ല, ജനനന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് ഈ അധികാരമെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് പറയുന്നതിന് ആത്മബലം കാട്ടിയ, സംഘർഷങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരു സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഒത്തിരി ആളുകളോട് ആലോചിച്ച് സംസാരിച്ച് പോയിരുന്നെങ്കിൽ തിരുമേനിക്കത് പറയാൻ സാധിക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ നമ്മളെ ഓർമ്മപ്പെടുത്തി ചിലപ്പോൾ അത് പുറകോട്ട് മാറേണ്ടി വരും. ബട്ട് ഹീ ഹാസ് കമ്മ്യൂണിക്കേറ്റഡ് സംതിങ് വിച്ച് the Christian community should speak always. This is to be used for the good of the people everywhere. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ജെറുസലേം ഇടവകയാണ്. നിങ്ങൾക്ക് മുൻപോട്ട് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുവാൻ കഴിയും. 2 പിതാക്കന്മാർക്ക് ഈ ജെറുസലേം പള്ളിയുടെ മോഡലിലുള്ള മെമൻറ്റോ കൊടുത്തതായി ഞാൻ ശ്രദ്ധിച്ചു. എനിക്കും ഒരെണ്ണം തരുമായിരിക്കും എന്ന് കരുതി. പക്ഷേ ആ മെമൻറ്റോയും കൊണ്ട് ഞാൻ പോകത്തില്ല, ഇതിൻ്റെ ആധാരം കൂടെ എനിക്ക് തരണം. ഒരു കൊച്ചു പലക കഷ്ണം തിരുവനന്തപുരത്ത് കിട്ടാഴികയൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ നഗരത്തിലൊരു ശകലം സ്ഥലമുള്ളത് നല്ലതാണ്, ഒരു പള്ളി ഉള്ളത് നല്ലതാണ്. സഫർഗൻ മെത്രാപ്പൊലീത്ത അതിന് തലകുലുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യു ആർ പ്ലേസ്ഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ സൊസൈറ്റി വിച്ച് ക്യാൻ റീഡ് ദ സൈൻസ് ഓഫ് ദ ടൈം. ഏത് സംഘർഷത്തിൻ്റെ സന്ദർഭത്തിലും സംഭാഷണത്തിൻ്റെ സുവിശേഷം തുറക്കാനുള്ളവരാണ് നമ്മൾ. ടു ഫൈൻഡ് എ സൊല്യൂഷൻ വി നീഡ് ടു ഡയലോഗ്. എല്ലാ വിഷയങ്ങളും അവസാനിച്ചു, ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടവുമില്ല. വി നീഡ് ടു ഡയലോഗ് വിത്ത് ഈവൻ വിത്ത് ദോസ് പീപ്പിൾ ഹൂ ആർ നോട്ട് റിയലൈസിങ് വാട്ട് വി സ്പീക്ക്. ജെറുസലേം ഇടവകയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇന്ന് ബർണബാസ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു, ഒരുമിച്ച് വരണം. It is time for us to come together, not to show the strength of our community, but to transmit the power of the gospel to everyone concerned. നമുക്ക് അവകാശമുള്ളതാണ്, നമ്മുടെ കടമയാണത്. സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കായിരിക്കാം. സുവിശേഷീകരണത്തിൻ്റെ ഹൃദയബന്ധം ലോകത്തെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതൊറ്റയ്ക്കല്ല, ഒരുമിച്ച് നിന്ന് ചെയ്യുവാൻ കഴിയണം. Our coming together does not stop there. Our coming together includes everyone in the society. കർത്താവ് യേശു മിശിഹ പറഞ്ഞ ദൈവരാജ്യം എന്നത് നമുക്ക് വായിച്ച് അറിയുന്നതിന് സാധിക്കുന്ന ഒരവസരമായിരിക്കട്ടെ ജൂബിലിയും അതിൻ്റെ അനന്തര ഫലങ്ങളും ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്ന. എല്ലാം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. In that case, such minorities will never exist. But what is your contribution towards the larger society? മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തിന് നീ എന്ത് പ്രയോജനം ചെയ്യുന്നു? അവർക്ക് നിന്നെ കൊണ്ടെന്ത് പ്രയോജനം എന്നത് സ്വാഭാവികമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് അശരണരായ ആളുകളെ സംരക്ഷിക്കുമ്പോൾ ജെറുസലേം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകും. സംസാരിക്കാനില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോഴും ശ്രമിക്കുമ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാം എന്ന് വരികിലും നാം സംസാരിച്ചേ മതിയാവൂ. സുവിശേഷം അടച്ചു വയ്ക്കാനല്ല കർത്താവ് പറഞ്ഞത്, സുവിശേഷം ലോകം മുഴുവൻ വ്യാപിക്കണം, സംസാരിക്കണം എന്നാണല്ലോ. Let us continue the mission what the Lord has begun. ഈ അനുഗ്രഹീതമായ ജൂബിലിയിൽ സംബന്ധിക്കുന്നതിന്
നിങ്ങളോടൊപ്പം ഈ സ്നേഹവും സന്തോഷവും പകരുന്നതിന് ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിനയ തിമോത്തിയോസ് തിരുമേനിയോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു, ഭദ്രാസന അധിപൻ എന്ന നിലയിൽ. ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛൻ ഇവിടെ വികാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുതുപ്പാടി എന്ന സ്ഥലത്ത്, താമരശ്ശേരിക്കടുത്ത് പുതുപ്പാടി എന്ന സ്ഥലത്ത് അവിടുത്തെ 2 ഇടവകളിലെ വികാരിമാരായിരുന്നു. അച്ഛൻ അന്നേ വലിയ കഴിവുള്ള ആളാണ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ നല്ല കഴിവുള്ള, വളരെ സ്നേഹമുള്ള. എനിക്ക് എപ്പോഴും അതിശയം, ഞാൻ കർദിനാളായിട്ട് പോലും എന്നോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ടല്ലോ എന്നുള്ളതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ അന്ന് മുതൽ പങ്കാളിയായിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു നേതൃത്വം, അച്ഛൻ്റെ ഒരു ശുശ്രൂഷ ഈ ഇടവയ്ക്ക് അനുഗ്രഹമായി കാണപ്പെടുന്നു എന്നുള്ളതിൽ ഞാനും സന്തോഷിക്കുന്നു. ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷ നമുക്ക് കുറച്ചുകൂടി വിശാലമായ ദർശനത്തിൽ പ്രതിഷ്ഠിക്കാം. ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് ആഗ്രഹിക്കുന്ന സുവിശേഷത്തിൻ്റെ ഒരു പുതിയ വെളിച്ചമാകാൻ നമ്മുടെ ഈ ജൂബിലി നമ്മെ സഹായിക്കട്ടെ എന്ന് ഒരുമയോടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരനുഭവം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എന്നെയും ഈ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമാക്കുന്നതിന് ഉദാര്യം കാട്ടിയ ഈ ഇടവകയോടുള്ള നന്ദി പറഞ്ഞ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് എളിയവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി.